വെൽക്കം ബാക്ക് ടു ദി ക്ലാസ്. സെക്കൻഡ് ഇയറിലെ ബിൽഡിംഗ് ഡ്രോയിങ്സ് എന്ന മൊഡ്യൂളിലെ ബിൽഡിംഗ് ബൈലോസ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നിവയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ അടുത്ത ടൈപ്പ് വരുന്നത് ഗ്രൂപ്പ് ഡി, അസംബ്ലി ബിൽഡിംഗ്. ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് വെയർ ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ കോൺഗ്രിഗേറ്റ് ഓർ ഗ്യാദർ ഫോർ അമ്യൂസ്മെന്റ്, റിക്രിയേഷൻ, സോഷ്യൽ, റിലീജിയസ്, പാട്രിയോട്ടിക്, സിവിൽ, ട്രാവൽ ആൻഡ് സിമിലർ പർപ്പസസ്. അസംബ്ലി ബിൽഡിങ്ങിൽ പറയുന്നത് ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ് ആണ് ഇതിൽ പെടുന്നത്. അമ്യൂസ്മെന്റ്, അതുപോലെ റിക്രിയേഷണൽ, സോഷ്യൽ ആയിട്ടുള്ള, മതപരമായിട്ടുള്ള, ട്രാവൽ സംബന്ധമായിട്ടുള്ള ഇത്തരം പർപ്പസിനൊക്കെ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്സ് ആണ് അസംബ്ലി ബിൽഡിങ്സിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾസ് തിയേറ്റേഴ്സ്, മോഷൻ പിക്ചർ ഹൗസസ്, അസംബ്ലി ഹാൾസ്, ഓഡിറ്റോറിയം, എക്സിബിഷൻ ഹാൾസ്, മ്യൂസിയംസ്, സ്കേറ്റിംഗ് റിങ്സ്, ജിംനേഷ്യംസ്, റെസ്റ്റോറൻറ്റ്സ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, ഡാൻസ് ഹാൾസ്, ക്ലബ് റൂംസ്, പാസഞ്ചർ സ്റ്റേഷൻസ്, എയർ ടെർമിനൽസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, റിക്രിയേഷണൽ, പിയേഴ്സ് ആൻഡ് സ്റ്റഡി എക്സെട്ര. ദെൻ ഈ ടൈപ്പിൽ വരുന്ന സബ് ഡിവിഷൻ D1, ഈ ബിൽഡിങ്സ് തിയേറ്ററിക്കൽ ഓർ ഓപ്പറേറ്റിക് പെർഫോമൻസ്, അതുപോലെ എക്സിബിഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു റൈസ്ഡ് സ്റ്റേജ് ഉണ്ടായിരിക്കും, അതുപോലെ കർട്ടൺ ഉണ്ടായിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള സീനറി ഉണ്ടായിരിക്കും, ലൈറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ മെക്കാനിക്കൽ അപ്ലയൻസസ്, തിയേറ്ററിക്കലായുള്ള ആക്സസറീസ് എല്ലാം ഇതിനുണ്ടായിരിക്കും. ദെൻ പ്രൊവൈഡഡ് വിത്ത് ഫിക്സഡ് സീറ്റ്സ് ഫോർ ഓവർ 1000 പേഴ്സൺസ്. 1000-ന് മുകളിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫിക്സഡ് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് സബ് ഡിവിഷൻ D2. ഇതിൽ സബ് ഡിവിഷൻ D1 പറഞ്ഞ സെയിം ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്, പക്ഷേ ഇവിടെ 1000 ആളുകൾക്ക് വേണ്ടിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സബ് ഡിവിഷൻ D3. സബ് ഡിവിഷൻ D3 പറയുന്നത് ആളുകൾക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ റൂമിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തിയേറ്ററിക്കൽ സ്റ്റേജോ സിനിമാറ്റോഗ്രാഫിക്കൽ ആക്സസറീസോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. 300 ആളുകൾക്കോ അതിൽ കൂടുതൽ ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ആണ് ഡാൻസ് ഹാൾസ്, നൈറ്റ് ക്ലബ്സ്, ഹാൾസ് ഫോർ ഇൻസിഡന്റൽ പിക്ചർ ഷോസ്, ഡ്രാമാറ്റിക്, തിയേറ്ററിക്കൽ ഓർ എഡ്യൂക്കേഷണൽ പ്രസന്റേഷൻ, ലെക്ചേഴ്സ് ഓർ അതർ സിമിലർ പർപ്പസസ്, ആർട്ട് ഗാലറീസ്, എക്സിബിഷൻ ഹാൾസ്, കമ്മ്യൂണിറ്റി ഹാൾസ്, മാരേജ് ഹാൾസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, മ്യൂസിയംസ്, ലെക്ചർ ഹാൾസ്, പാസഞ്ചർ ടെർമിനൽസ് ആൻഡ് ഹെറിറ്റേജ് ആൻഡ് ആർക്കിയോളജിക്കൽ മോണുമെന്റ്സ്. നെക്സ്റ്റ് സബ് ഡിവിഷൻ D4. ഇവിടെ സബ് ഡിവിഷൻ D3 പറയുന്ന പോലെയാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്, പക്ഷേ ഇവിടെ 300 പേഴ്സൺസിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അക്കോമഡേഷൻ വരുന്നുള്ളൂ. അതുപോലെ പെർമനന്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് സബ് ഡിവിഷൻ D5. സബ് ഡിവിഷൻ D5 സബ് ഡിവിഷൻ D1 മുതൽ D4 വരെ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത ബാക്കി വരുന്ന ആളുകളെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന ബിൽഡിംഗ് ഓർ സ്ട്രക്ചറിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഗ്രാൻഡ് സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയം പോലെ തന്നെയാണ്. ഹോഴ്സ് റേസ്, കാർ റേസ് പോലെയുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രാൻഡ് സ്റ്റാൻഡ്സ്. സ്റ്റേഡിയം, അമ്യൂസ്മെന്റ് പാർക്ക് സ്ട്രക്ചേഴ്സ്, റിവ്യൂവിംഗ് സ്റ്റാൻഡ്സ് ആൻഡ് സർക്കസ് ടെന്റ്സ്. നെക്സ്റ്റ് സബ് ഡിവിഷൻ D6. മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഷോപ്പിംഗ്, സിനിമ, തിയേറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന ബിൽഡിങ്സ് ആണ് ഈ ഒരു സബ് ഡിവിഷൻ D6 വരുന്നത്. എക്സാമ്പിൾ മൾട്ടിപ്ലക്സസ്. നെക്സ്റ്റ് സബ് ഡിവിഷൻ D7. D1 മുതൽ D6 വരെ പറഞ്ഞിട്ടുള്ള ബിൽഡിങ്സ് അല്ലാത്ത ആളുകൾക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ അണ്ടർഗ്രൗണ്ട് ഓർ എലിവേറ്റഡ് റെയിൽവേസ്. നെക്സ്റ്റ് വരുന്ന ടൈപ്പാണ് ബിസിനസ് ബിൽഡിങ്സ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ബിസിനസ്, അതുപോലെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്സ് ആണ്. അവിടെ അക്കൗണ്ട്സ്, അതുപോലെ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നു. അതുപോലെ പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, സർവീസ് ഫെസിലിറ്റീസ്, സേവന കേന്ദ്രങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന് എക്സാമ്പിൾസ് ആണ് സിറ്റി ഹാൾസ്, ടൗൺ ഹാൾസ്, കോർട്ട് ഹൗസസ് ആൻഡ് ലൈബ്രറീസ്. ഇത്തരം ബിൽഡിങ്സിന്റെ എല്ലാം പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് വരുന്നത് ട്രാൻസാക്ഷൻ ഓഫ് പീപ്പിൾ, ബിസിനസ്, അതുപോലെ കീപ്പിംഗ് ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്. ഇതിൽ വരുന്ന സബ് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സബ് ഡിവിഷൻ E1 ഓഫീസസ്, ബാങ്ക്സ്, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ലൈക്ക് ഓഫീസസ് ഓഫ് ആർക്കിടെക്ചർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് ആൻഡ് പോലീസ് സ്റ്റേഷൻസ്. സബ് ഡിവിഷൻ E2 ലബോറട്ടറീസ്, റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ലൈബ്രറീസ് ആൻഡ് ടെസ്റ്റ് ഹൗസസ്. സബ് ഡിവിഷൻ E3 computer installations. Subdivision E4 telephone exchanges. Subdivision E5 broadcasting stations and TV stations. The next type വരുന്നതാണ് ഗ്രൂപ്പ് F mercantile buildings. These include any building or part of a building which is used as shops, stores, market for display and sale of merchandise, either wholesale or retail. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ട്, അത് ഷോപ്പായിട്ടോ അല്ലെങ്കിൽ സ്റ്റോർ, മാർക്കറ്റ്, അതുപോലെ സെയിൽസിനൊക്കെ വേണ്ടി
യൂസ് ചെയ്യുന്ന ഹോൾസെയിൽ ആയിട്ടാവാം അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടാവാം. ഇത്തരം ബിൽഡിങ്സ് ആണ് മെർച്ചന്റൈൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ വരുന്ന സബ് ഡിവിഷൻ F1 ഷോപ്സ്, സ്റ്റോഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, മാർക്കറ്റ്സ് വിത്ത് ഏരിയ അപ് ടു 500 മീറ്റർ സ്ക്വയർ. സബ് ഡിവിഷൻ F1 വരുന്നത് ഷോപ്പ് വരുന്നുണ്ട്, സ്റ്റോർ, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, അതുപോലെ 500 മീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന മാർക്കറ്റ്സ് എല്ലാം സബ് ഡിവിഷൻ F1 വരുന്നത്. ദെൻ സബ് ഡിവിഷൻ F2 ഇതിൽ വരുന്നതാണ് ഷോപ്സ്, സെൻറ്റേഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, മാർക്കറ്റ്സ് വിത്ത് ഏരിയ മോർ ദാൻ 500 മീറ്റർ സ്ക്വയർ. 500 മീറ്റർ സ്ക്വയറിനേക്കാൾ കൂടുതൽ ഏരിയ വരുന്ന മാർക്കറ്റ്സ് എല്ലാം ഈ ഒരു സബ് ഡിവിഷൻ F2 വരുന്നത്. നെക്സ്റ്റ് സബ് ഡിവിഷൻ F3 അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെന്റേഴ്സ്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ്. These include any building or part of a building or structure in which products or materials of all kinds and properties are fabricated, assembled, manufactured or processed. Products, materials, അതുപോലെ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം ഫാബ്രിക്കേഷൻ, അസംബ്ലിങ്, മാനുഫാക്ചറിങ്, അതുപോലെ പ്രോസസ്സിങ്ങിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സിനെയാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അസംബ്ലി പ്ലാന്റ്സ്, ലബോറട്ടറീസ്, ഡ്രൈ ക്ലീനിങ് പ്ലാന്റ്സ്, പവർ പ്ലാന്റ്സ്, പമ്പിംഗ് സ്റ്റേഷൻസ്, സ്മോക്ക് ഹൗസസ്, ലോണ്ട്രീസ്, ഗ്യാസ് പ്ലാന്റ്സ്, റിഫൈനറീസ്, ഡയറീസ് ആൻഡ് സോമിൽസ്. ദെൻ ഇതിൽ വരുന്ന സബ് ഡിവിഷൻ G1 ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ ലോ ഹസാർഡ് ഇൻഡസ്ട്രീസ്. ലോ ഹസാർഡ് ഇൻഡസ്ട്രീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. ദെൻ ഇവിടെ നിർമ്മിക്കുന്ന കണ്ടൻസ് ലോ കമ്പസ്റ്റിബിലിറ്റി ആയിരിക്കും. പെട്ടെന്ന് തീ പിടിക്കാത്ത ടൈപ്പ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ബിൽഡിങ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഡേഞ്ചർ വരുന്നത് ഫ്യൂംസ്, അതുപോലെ സ്മോക്ക്, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് വരുന്ന ഫയർ, ഇതെല്ലാമാണ്. നെക്സ്റ്റ് സബ് ഡിവിഷൻ G2 ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ മോഡറേറ്റ് ഹസാർഡ് ഇൻഡസ്ട്രീസ്. ഇവിടെയുള്ള പ്രോസസ്സ് അതുപോലെ ഓപ്പറേഷൻസ് എല്ലാം ഫയർ റൈസ് ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാണ്ട് സാവധാനമാണ് കത്തിപ്പിടിക്കുന്നത്. അതുപോലെ ഇവിടെ ടോക്സിക് ഫ്യൂംസോ എക്സ്പ്ലോഷൻസോ ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് സബ് ഡിവിഷൻ G3 ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ ഹൈ ഹസാർഡ് ഇൻഡസ്ട്രീസ്. ദെൻ ഇവിടെ എക്സ്ട്രീം റാപ്പിഡ് ആയിട്ടാണ്, പെട്ടെന്ന് തന്നെ തീ പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പോയിസണസ് ഫ്യൂംസ് ഉണ്ടാവും, എക്സ്പ്ലോഷൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് ഗ്രൂപ്പ് H സ്റ്റോറേജ് ബിൽഡിങ്സ്. ഈ ബിൽഡിങ്സ് സ്റ്റോറേജ്, ഷെൽട്ടറിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷെൽട്ടറിങ്ങിൽ വരുന്നതാണ് സർവീസിങ്, പ്രോസസ്സിങ്, റിപ്പയേഴ്സ് ഓഫ് ഗുഡ്സ്, അതുപോലെ വെഹിക്കിൾസ്, ആനിമൽസിൻ്റെ എല്ലാം സ്റ്റോറേജിനൊക്കെയുള്ള ബിൽഡിങ്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ വെയർ ഹൗസ്, കോൾഡ് സ്റ്റോറേജസ്, ഫ്രീറ്റ് ഡീപോട്ട്സ്, ട്രാൻസിറ്റ് ഷെഡ്സ്, സ്റ്റോർ ഹൗസസ്, ട്രക്ക് ആൻഡ് മറൈൻ ടെർമിനൽസ്, ഗാരേജസ്, ഹാങ്ങേഴ്സ്, ഗ്രെയിൻ എലിവേറ്റേഴ്സ്, ബാൺസ് ആൻഡ് സ്റ്റേബിൾസ്. നെക്സ്റ്റ് വരുന്ന ടൈപ്പാണ് ഗ്രൂപ്പ് I ഹസാർഡസ് ബിൽഡിങ്സ്. ഹൈലി കമ്പസ്റ്റിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോസീവായ മെറ്റീരിയൽസിൻ്റെ എല്ലാം സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ്, മാനുഫാക്ചർ, പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിങ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രീം റാപ്പിഡ് ആയിട്ടുള്ള ബേൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പോയിസണസ് ഫ്യൂംസ്, എക്സ്പ്ലോഷൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ആൽക്കലീസ്, ആസിഡ്സ് പോലെയുള്ള ലിക്വിഡ്സ്, തീ പിടിക്കാൻ സാധ്യതയുള്ള കെമിക്കൽസ്, കൊറോസീവ് ഗ്യാസസ്, പോയിസണസ് ഗ്യാസസ്, ഇതിൻ്റെ എല്ലാം സ്റ്റോറേജ്, ഹാൻഡ്ലിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന ബിൽഡിങ്സും ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ദെൻ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ചില ബിൽഡിങ്സിന് എക്സാമ്പിൾസ് ആണ് അസറ്റിലീൻ, ഹൈഡ്രജൻ, ഇല്ലുമിനേറ്റിംഗ് ആൻഡ് നാച്ചുറൽ ഗ്യാസസ്, അമോണിയ, ക്ലോറിൻ, ഫോസ്ജീൻ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥൈൽ ഓക്സൈഡ്, അതുപോലെ എക്സ്പ്ലോഷൻസിന് സാധ്യതയുള്ള ഗ്യാസസ് എന്നിവയെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ബിൽഡിങ്സ്. നെക്സ്റ്റ് വരുന്നത് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, LPG പോലെയുള്ള ലിക്വിഫയബിൾ ഗ്യാസസ്, റോക്കറ്റ് പ്രൊപ്പലൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. നെക്സ്റ്റ് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, ലിക്വിഡ് അല്ലാത്ത എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, സിന്തറ്റിക് ലെതർ, എക്സ്പ്ലോസീവ്സ്, ഫയർ വർക്ക്സ്, ഇതിൻ്റെ എല്ലാം മാനുഫാക്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. ഇതൊക്കെയാണ് ഹസാർഡസ് ബിൽഡിങ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രൂപ്പ് A മുതൽ ഗ്രൂപ്പ് I വരെയുള്ള ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ആണ്. അതിന് എക്സാമ്പിൾസും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിൽഡിംഗ് ബൈലോസ് ആണ്. സോ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.